പമ്പ് മനുഷ്യനായിട്ട് കളിപ്പിക്കുകയാണല്ലോ. എന്ത് തന്നെ അടിച്ചിട്ട് കാറ്റ് കയറുന്നില്ലല്ലോ. എന്റെ മോട്ടോ എന്തെങ്കിലും ഒന്ന് ചെയ്യേ. നീ ഈ ജീവിതം മുഴുവൻ കാറ്റടിക്കാനുള്ള പരിപാടിയാണോ? നീ ഒന്ന് താഴേക്ക് ഇറങ്ങി വാ, കാറ്റടിക്കണ്ടേ. നീ അവിടെ തന്നെ കിടന്നോ, ഞാൻ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം. ഞാനും കൂടി വരുന്നു. നിക്കൂ പത്ലു, ഞാനും കൂടി വരുന്നു. കള്ളൻ കള്ളൻ, ആരെങ്കിലും പിടിക്കൂ, പോലീസിനെ വിളിക്കൂ. അത് നമ്മുടെ സൈക്കിളാ, നമ്മളാണ് അവനെ പിടിക്കണ്ടേ. വേഗം വാ. മര്യാദയ്ക്ക് സൈക്കിൾ നിർത്തുന്ന നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിന്റെ എല്ലിന്റെ എണ്ണം ഞാൻ കുറയ്ക്കും. അതെ, പുറകിലത്തെ ടയറിൽ കാറ്റ് കുറവാണ്. ഇറങ്ങിക്കോ, അല്ലെങ്കിൽ ടയർ പഞ്ചറാവും. സോറി സോറി. നീ എന്തിനാ ഇറങ്ങിയത്? അവൻ പറഞ്ഞല്ലോ സൈക്കിളിന്റെ ബാക്ക് ടയറിൽ കാറ്റില്ലെന്ന്. പഞ്ചറായി പോവത്രേ, അതുകൊണ്ട് ഞാനിങ് ഇറങ്ങി. അവൻ നിന്നെ മണ്ടനാക്കിയിട്ട് സൈക്കിളും കൊണ്ട് പോയി. മോട്ടോ വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ. എന്ത് ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ പറ. ഓട്ടുപത്ലു, ഒരു കള്ളൻ ഇതുവഴി ഓടുന്നത് നിങ്ങൾ കണ്ടിരുന്നോ? സാറേ, ദേവൻ അങ്ങോട്ട് ഓടിയിട്ടുണ്ട്. ഈ ചിങ്കത്തടത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. നിങ്ങൾ രണ്ടാളും വേഗം ജീപ്പിനകത്ത് കയറി ഇരിക്കുക. ചിങ്കൻ നമ്മളോട് ഇരിക്കാനാണോ പറഞ്ഞത്, പറക്കാനാണോ പറഞ്ഞത്? പറഞ്ഞത് ഇരിക്കാനാണെങ്കിലും കണ്ടില്ലേ, നമ്മള് പറത്തിയല്ലേ കൊണ്ടുപോകുന്നത്. ചിങ്കം സാറേ. മിടുമിടുക്കരായ യുവാക്കൾ, അടിപൊളി ചാട്ടമാണല്ലോ. ആ രണ്ട് ചെറുപ്പക്കാര് ഈ ഫുർഫുറ നഗരത്തിലെ ഹീറോസ് ആണ്. സാർ കണ്ടോ, ആ കള്ളനെ രക്ഷപ്പെടാൻ പറ്റില്ല. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. പറഞ്ഞല്ലോ, ഹൈലി ഇംപോസിബിൾ. സർ, ഇവര് രണ്ടുപേരാണ് മോട്ടു പത്ലു. മോട്ടു പത്ലു ഇദ്ദേഹമാണ്. ബന്ധം പറയുവാണെങ്കിൽ ഞാൻ ഇവന്റെ അച്ഛനാ. എന്റെ പേര് ഇൻസ്പെക്ടർ ബബിൾഗം. ഇവൻ ഒരു ആൾമാറാട്ടക്കാരനായ കള്ളനാണ്. ഒരു പ്രാവശ്യം ഇവൻ എന്റെ വേഷം ധരിച്ച് എനിക്ക് പകരമായി ഡ്യൂട്ടി ചെയ്തിരിക്കുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് നിങ്ങളെ പോലുള്ള യുവാക്കളെയാണ് ആവശ്യം. എന്താ, നിങ്ങൾക്ക് പോലീസിൽ ചേരാൻ ആഗ്രഹമുണ്ടോ? അതിനെന്താ, ഇത്രയും വലിയൊരു ബഹുമതി കിട്ടുമ്പോ ഞങ്ങൾ ആരെങ്കിലും അത് വേണ്ടെന്ന് വെക്കോ? ആർമിന്നൊക്കെ ഞങ്ങളെ വിളിച്ചതാ. പിന്നെ ഈ അമേരിക്കന്നും ചൈനന്നും ജപ്പാനിന്നും ഒക്കെ. സാറേ, ഞങ്ങൾക്ക് സമ്മതമാണ്. പോലീസ് പണിയേക്കാൾ നല്ല ജോലി വേറെ ഒന്നും ഇല്ലല്ലോ. എന്നാൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്തുകൊള്ളൂ. നിങ്ങളുടെ പരാക്രമം കണ്ടിട്ട് കോൺസ്റ്റബിൾമാരായി നിയമിക്കുന്നു. കോൺസ്റ്റബിൾ മോട്ടു പത്ലു, ഉടനെ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യൂ. കോൺസ്റ്റബിൾ മോട്ടോ റിപ്പോർട്ടിംഗ് സർ. ഗുഡ്, വെരി ഗുഡ്. ഇനി നിങ്ങൾ രണ്ടുപേരും വേണം കള്ളന്മാരെ ശ്രദ്ധിക്കാൻ. ഞാൻ എന്റെ കമ്മീഷണർ അച്ഛനെ ഇപ്പൊ തന്നെ കൊണ്ടുവിട്ട് വരാം. ഓക്കേ, ഓൾ ദ ബെസ്റ്റ് മോട്ടു പത്ലു. യുവാക്കളായ നിങ്ങൾ ഞങ്ങൾക്ക് അഭിമാനമാണ്. എന്താ കള്ളക്കുട്ടാ, എന്തിനാ ഇങ്ങനെ മോങ്ങുന്നേ? എന്റെ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അവർക്ക് ഞാനല്ലാതെ വേറെ ആരുമില്ല. അവരെ സഹായിക്കാൻ ആരുമില്ല. അവർക്ക് അസുഖമാണ്. നിങ്ങൾ എന്നെ ഒരു മണിക്കൂറത്തേക്ക് ദയവായി ഇവിടുന്ന് പുറത്തു വിട്ടാൽ ഞാൻ അവർക്ക് മരുന്ന് കൊടുത്തിട്ട് തിരിച്ചു വരാം. അവർക്ക് നടക്കാൻ പോലും പറ്റില്ല. പിന്നെ എങ്ങനെയാ അവര് മരുന്നെടുത്ത് കഴിക്കുക? മതി മോനെ മതി, എനിക്കിനി ഒന്നും തന്നെ കേക്കണ്ട. ചെല്ല്, അമ്മയ്ക്ക് മരുന്നൊക്കെ കൊടുത്തിട്ട് 1 മണിക്കൂറിൽ എത്തണട്ടോ. നിങ്ങൾ എന്ത് നല്ല ഒരു മനുഷ്യനാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ദൈവമാണ്. നീ എന്താ ചെയ്ത്? എന്തിനാ അവനെ തുറന്നു വിട്ട? അമ്മയ്ക്ക് നല്ല സുഖമില്ല. അവൻ 1 മണിക്കൂറിൽ എത്തും. അവന്റെ സങ്കടം കണ്ടപ്പോ എന്റെ ചങ്ക് തകർന്നു. അവൻ തിരിച്ചു വരില്ല. ചിങ്കം നമ്മളെ തിന്ന് കളയും. അയാള് വരുന്നതിന് മുമ്പ് നമുക്ക് അവനെ വേഗം ചെന്ന് പിടിക്കാം. ചിങ്കം, ഈ നഗരം ഇപ്പോൾ മോട്ടു പത്ലുവിന്റെ കൺട്രോളിൽ സുരക്ഷിതമാണ്. ഒന്നുകൊണ്ടും നിനക്ക് ഭയപ്പെടാനില്ല. നീ ഒരു ദിവസത്തെ ലീവ് എടുത്തുകൊള്ളൂ. സത്യമാണോ സർ? യൂണിഫോം ഇട്ടത് മുതൽ ഇന്ന് ആദ്യമായിട്ടാണ് സാർ എനിക്കൊരു ലീവ് തന്നിരിക്കുന്നത്. താങ്ക് യു ഡാഡ്. ഐ മീൻ സർ. ഹലോ,
ഹലോ മമ്മി, ഐ എം കമ്മിങ്. എനിക്ക് പുട്ടും കടലയും ഇപ്പൊ കഴിക്കണം. ഐ എം കമ്മിങ്. ഓ മമ്മി. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടാളും ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ആ കള്ളൻ കമ്മീഷണറെ മുഖംമൂടിട്ടോണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി. അവനെ വേഗം പിടിക്കൂ. സാറേ, അത് പിന്നെ നടന്നത് എന്താന്ന് വെച്ചാ സംഭവിച്ചതൊക്കെ പിന്നെ പറഞ്ഞാ മതി. നീ അത് കണ്ടോ? ആ കള്ളൻ കമ്മീഷണറെ മുഖംമൂടിട്ടോണ്ട് നമ്മളെല്ലാരും വെട്ടിച്ച് ഇവിടുന്ന് പോയി കളഞ്ഞു. ഇപ്രാവശ്യം അവൻ അറസ്റ്റ് അല്ല ചെയ്യേണ്ടത്, ഷൂട്ട് ഹിം, വെടിവെക്കണം. അവൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ പാടില്ല. ഇറ്റ്സ് ആൻ ഓർഡർ. യെസ് സാർ. എന്താ ഈ കാണിക്കുന്നത്? രക്ഷിക്കണേ, ഇവന്മാർക്കെന്താ ഇത് വട്ടുപിടിച്ചോ? രക്ഷിക്കണേ, എന്റെ നേരെ നിറയൊഴിച്ചോ? ഏതുവരെ ഓടുന്നെന്ന് നോക്കട്ടെ. നിനക്കെന്താ പറ്റിയ? നീ എന്തിനാ ഒറ്റക്കാലിൽ ഓടുന്നേ? നേരെ ഓട്. സോറി സോറി. ഈ പോലീസ് പത്രത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഇംപോസിബിൾ. മോട്ടോ പോലീസ്, ഫയർ. രക്ഷിക്കണേ, ഒന്ന് നിർത്തേ. ആരെങ്കിലും രക്ഷിക്കണേ. നിന്റെ ഈ മുഖംമൂടി ഊരി വെക്കുന്നതാ നല്ലത്. ഇൻസ്പെക്ടർ ചിങ്കം സാറിന്റെ ഓർഡർ ആണിത്. ഇല്ലെങ്കിൽ പൊട്ടിക്കും ഞാൻ. Take aim and fire. എന്താ ചെയ്യുന്നേ? സംസാരിക്കാൻ ഒരു അവസരമെങ്കിലും തന്നൂടെ എന്റെ അമ്മച്ചി? ഇന്ന് അച്ഛൻ ഒരുപാട് സന്തോഷത്തിലാണമ്മേ. അച്ഛന് മോട്ടു പത്ലു പോലെയുള്ള നല്ല ഓഫീസേഴ്സിനാണ് കിട്ടിയിരിക്കുന്നത്. ഒരെണ്ണം കൂടി കഴിക്കുമോ? താങ്ക് യു അമ്മേ. മതി മതി, എനിക്ക് മതിയായി, ഇനി വേണ്ട. എത്ര കാലം കഴിഞ്ഞിട്ടാ എന്റെ മുമ്പ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. എന്റെ കൈകൊണ്ട് കഴിച്ചില്ലെങ്കിൽ എങ്ങനെയാ? ഇപ്പൊ നിന്റെ അച്ഛനും ഉണ്ടായിരുന്നെങ്കിൽ നന്നായി. അച്ഛനിപ്പോ വന്നോണ്ടിരിക്കോ? പോലീസ് സ്റ്റേഷൻ മോട്ടു പത്ലുവിന്റെ കയ്യിൽ ഏൽപ്പിച്ച് നമുക്ക് 2 ദിവസം അവധി എടുത്ത് എങ്ങോട്ടെങ്കിലും പോണം. അവധി 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 അവധി. ഏയ് മോട്ടു പത്ലു, ഇത് എന്തു പറ്റി? വല്ല നാടക കമ്പനിയിലും ചേർന്നോ? കോമാളികളെ പോലെ ഉണ്ട്. സൂക്ഷിച്ച് സംസാരിക്കണം. ഞങ്ങളിപ്പോ പോലീസുകാരാണ്. കമ്മീഷണർ ബബിൾഗമാണ് ഞങ്ങൾക്ക് ഈ ജോലി തന്നത്. ബബിൾഗം സാർ എന്നെയും കമ്മീഷണർ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം. The name is Gum, Inspector Bubble Gum. എന്നാണ് മദർ ഇന്ത്യയാണ്. നിങ്ങളെ വെറുതെ വിടില്ല. ഇന്ന് നിങ്ങളുടെ അവസാനമാ. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം തന്നെയാണ് ശരിക്കുള്ള കമ്മീഷണർ എന്നാ. ശരിക്കുള്ള കമ്മീഷണർ തിരിച്ചു പോയി. ഇവൻ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. മോട്ടോ വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഞാൻ എന്ത് ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ ആലോചിക്കേ. മോട്ടോ, നമുക്ക് ആലോചിക്കാൻ ഒന്നുമില്ല. അവൻ വെടിവെക്കുന്നതിന് മുമ്പ് നമുക്ക് ഓടാം. ഇന്നെന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. ഒരുപാട് വിഷമിപ്പിച്ചു എന്നെ. നിങ്ങളെ പോലീസിലെടുത്തത് വളരെ അബദ്ധമായി പോയി. നിങ്ങളെ രണ്ടുപേരെയും തോക്കിന് ഇരയാക്കിയിട്ടേ ഇന്നൊരു കാര്യമുള്ളൂ. തയ്യാറായിക്കോളൂ. എന്റെ അമ്മച്ചിയെ, എന്തോന്നായത്? മോട്ടോ ബുൾഡോസർ തിരിക്ക്. ഒന്ന് വേഗം. ആ ജീപ്പ് ഇങ്ങോട്ടാ വരുന്നത്. വളയം അതിന് നിന്റെ കയ്യിലല്ലേ, എന്റെ കയ്യിലല്ലല്ലോ. ഓ സോറി, ഞാനത് മറന്നു പോയി. അയ്യോ എന്റെ അച്ഛോ, എന്നെ രക്ഷിക്കണേ. എനിക്ക് തോന്നുന്നു മോട്ടു പത്ലു കള്ളനെ കൂട്ടിക്കൊണ്ട് നേരെ കോർട്ടിലേക്ക് പോയിട്ടുണ്ടാവും. അച്ഛാ, ഈ മോളൊന്നുള്ള എൻട്രി എപ്പോഴാണ് പഠിച്ചത്? അച്ഛന് വേണ്ടി അമ്മ ഇഡ്ഡലി തന്നു വിട്ടിട്ടുണ്ട്. ഇതാ ദോശയും വടയുമുണ്ട്. അതിനോടൊപ്പം സാമ്പാറും പിന്നെ ചമ്മന്തിയും തന്നു വിട്ടിട്ടുണ്ട്. മോട്ടു പത്ലുവിന്റെ സഹായം കൊണ്ട് നമ്മൾ ഇവിടെ ഇരുന്ന് തന്നെ ഇഡ്ഡലിയും ദോശയും കഴിക്കാൻ പോണു. എന്റെ അമ്മോ.
എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്, എന്നെ ദേ ദൈവമേ. കള്ളൻ നമ്മുടെ പുറകിലുണ്ട്. ഇവൻ ജീപ്പ് വിട്ടിട്ട് നമ്മുടെ പുറകിൽ എപ്പോഴാ വന്നേ? എന്തായാലും ദാ നമുക്ക് കള്ളന് കിട്ടിയില്ലേ, ഇത് തന്നെ ധാരാളം. ഇവന് നമുക്ക് ജയിലിൽ അടയ്ക്കാം. ഇത് കമ്മീഷണർ സാർ എങ്ങാനും അറിഞ്ഞ അദ്ദേഹം നമ്മൾ ഇൻസ്പെക്ടറായിട്ട് പ്രൊമോട്ട് ചെയ്യൂലേ. ഇത് നോക്കൂ സാറേ, ഈ കള്ളൻ ഇവിടുന്ന് ഓടുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച് ഇവനെ പിടിച്ചു കൊണ്ടുവന്നു. ഇനിയാണ് തമാശ, ഇനിയാണ് തമാശ. സാറേ സാറേ, ഞങ്ങൾ എന്തിനാ വരട്ടുന്നത്? ഓടിക്കോ. ഓടിക്കോ ഓടിക്കോ, നിന്റെ ഓട്ടം നിൽക്കുന്നത് വരെ നിനക്ക് ശ്വാസമുള്ളൂ. ഈ അച്ഛനെ മനസ്സിലാക്കുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. പോലീസ് ജോലിക്ക് ആളെ നിയമിക്കുന്നു, എന്നിട്ട് പരസ്പരം വെടിവെക്കുന്നു. ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.